സത്യസന്ധമായി ജോലിയെടുക്കുന്ന ഉദ്യോഗസ്ഥനെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലും ഇരുത്തില്ല, കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലും ഇരുത്തില്ല. കളമശ്ശേരിയുടെ റോഡിന്റെ വികസനം സുതാര്യമായി ഗതാഗത സൗകര്യമൊരുക്കുന്ന എടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിലെ CIയെയും വരുത്തില്ല. എത്ര ബിൽഡിങ്ങുകൾക്ക് പാർക്കിംഗ് ഏരിയ ഇല്ല എന്ന് നിങ്ങൾക്ക് പോയി പരിശോധിച്ചാൽ മനസ്സിലാവും. ഉള്ള ബിൽഡിങ്ങുകളുടെ എണ്ണം മുനിസിപ്പാലിറ്റിക്ക് പറയാൻ പറ്റുമോ പാർക്കിംഗ് ഏരിയ ഉള്ളത്? ഈ പറയുന്ന ഈ പാട്ട വണ്ടി എന്റെ ഈ പാട്ട വണ്ടി റോട്ടിൽ നിന്ന് ഇറക്കി, അതായത് മറ്റുള്ളവന് സെപ്റ്റിക് ആവാതെ, തുരുമ്പ് പിടിക്കാതെ, കാല കുറഞ്ഞ് സെപ്റ്റിക് ആവാതെ ആ പാർക്കിംഗ് ഏരിയയിൽ ഒന്ന് കൊണ്ടുപോയി ഇടാനുള്ള സെറ്റപ്പ് ഉള്ള ആ ഒരു ബിൽഡിംഗ് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. ജനപ്രതിനിധികൾ ജനസേവനത്തിന് വേണ്ടിയിട്ടല്ലേ ജയിച്ചു കയറിയത്, അല്ലാതെ നിങ്ങളുടെ ബിൽഡിങ്ങുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ആണോ? ചട്ടപ്രകാരം അങ്ങനെ തന്നെയല്ലേ. 2019 മുതൽ അല്ലെങ്കിൽ 2020 ഡിസംബർ മുതൽ നിങ്ങൾ അധികാരമേറ്റതിന് ശേഷം കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ എത്ര അനധികൃത നിർമ്മാണങ്ങൾക്ക് പെർമിറ്റ് കൊടുത്തു എന്ന് ചോദിക്കണ്ടേ? പരസ്യ ബോർഡുകളിൽ നിങ്ങളുടെ തലയിരിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു നാടകത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറ അങ്ങനെയല്ല ബോസ്കോ, ഇത് ഇന്നതാണ് കാരണം. ഈ പറയുന്ന കളമശ്ശേരിയിലിരിക്കുന്ന ഹോട്ടലുകളിൽ പലതും, ഇന്നലെ ഞാൻ കണ്ടത് പള്ളത്ത് ഹോട്ടൽ എവിടെ ഇരിക്കണത്? പുറമ്പോക്കിലേക്ക് കയറിയിട്ടാണ്. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. ഇന്നലെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ അല്ലെങ്കിൽ കളമശ്ശേരിയിലെ പോലീസുകാരും ജനപ്രതിനിധികളുമായി നടത്തിയ യുദ്ധം, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്, അല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളവും കലാപവും എന്ന് പറയുന്നത് സത്യസന്ധമായി പണിയെടുത്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നതിന് വേണ്ടി നടത്തിയ നാടകമാണ്. അതിന് മുഖ്യധാരാ മാധ്യമങ്ങളെയും കരുവാക്കി എന്നത് മാത്രമാണ് വാസ്തവം. ചട്ടം കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂളിലെ KMBR 2019 റൂൾ 29 പ്രകാരം പാർക്കിംഗ് ഏരിയ മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ്. ഈ പാർക്കിംഗ് ഏരിയ നിർബന്ധമായിട്ടിടാതെ റോഡിലോ അല്ലെങ്കിൽ വഴിവക്കത്തിലോ അല്ലെങ്കിൽ ഫുട്പാത്തിലോ ഇട്ട് കഴിഞ്ഞാൽ നിർബന്ധമായും പോലീസിന് പിഴയടിക്കാം. ആ പിഴ ഔദ്യോഗിക കൃത്യനിർവഹണം ജോലി ചെയ്ത അദ്ദേഹത്തിനെ മാറ്റുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തെ നിങ്ങൾ നോക്കിക്കോ, അടുത്ത ആഴ്ച അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നതും മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ഇതിന്റെ പുറകിൽ വലിയൊരു ഗൂഢാലോചന നടപ്പുണ്ട്. ഈ 2-3 മാസം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കളമശ്ശേരിയിലിരിക്കുന്ന 87 പരസ്യ ബോർഡുകൾ അടിയന്തരമായി നീക്കണമെന്നാവശ്യപ്പെട്ട് കളമശ്ശേരി മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഇന്നലെ ജനപ്രതിനിധികൾ ഒച്ചപ്പാടെടുത്ത ആ CI നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിൽ ക്ഷുഭിതനായിട്ടാണ് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി നടത്തുന്ന നാടകത്തിന്റെ ഭാഗം മാത്രമാണ് ഇത്. തെളിവുകൾ ഞാൻ തരാം. അനധികൃത പരസ്യ ബോർഡുകൾ നീക്കണമെന്ന് കേരള ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും ഉത്തരവ് നിൽക്കുമ്പോൾ അത് മാറ്റാതെ ഇരിക്കുന്നത് ഇലക്ഷന് നിങ്ങൾക്ക് പരസ്യ ബോർഡ് വെക്കാനല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിരിച്ചതിങ്ങനെ ഇരിക്കണം മോന്ത കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ നാടകത്തിന്റെ ഭാഗമല്ലേ ഇത്? അല്ല എന്ന് നിങ്ങൾ പറ. ബാക്കി തെളിവ് ഞാൻ തരാം. നിങ്ങൾ അസഭ്യം പറഞ്ഞ ഒരു വേർഡ് നിങ്ങൾ മ്യൂട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. ഈ പറയുന്ന കളമശ്ശേരിയിൽ എത്ര ബിൽഡിങ്ങുകൾക്ക് KMBR റൂൾ 29 പ്രകാരം കൃത്യമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്? അതിനെങ്ങനെ നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റിന് അപ്രൂവൽ കൊടുക്കണത്? അപ്പോൾ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ കാണിച്ച വീഴ്ച, അതിന് നിയമപരമായി എടുക്കേണ്ട നടപടികളാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എടുത്തിട്ടുള്ളത്. ആ ഉദ്യോഗസ്ഥനെയാണ് നിങ്ങളിപ്പോ സ്ഥലം മാറ്റി നിങ്ങളുടെ 2025 നടക്കുന്ന നിയമസഭ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ എടപ്പള്ളി ടോള് അല്ലെങ്കിൽ ലുലുവിന്റെ അവിടെ മുതൽ പ്രീമിയർ വരെ ഇരിക്കുന്ന പരസ്യ ബോർഡുകളിൽ നിങ്ങളുടെ തലയിരിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു നാടകത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറ അങ്ങനെയല്ല ബോസ്കോ, ഇത് ഇന്നതാണ് കാരണം. ഈ പറയുന്ന കളമശ്ശേരിയിലിരിക്കുന്ന ഹോട്ടലുകളിൽ പലതും, ഇന്നലെ ഞാൻ കണ്ടത് പള്ളത്ത് ഹോട്ടൽ എവിടെ ഇരിക്കണത്? പുറമ്പോക്കിലേക്ക് കയറിയിട്ടാണ്. അതിന്റെ തൊട്ടിപ്പുറത്തോ അവിടം തൊട്ട് കളമശ്ശേരി വരെയുള്ള സ്ഥലങ്ങൾ കയ്യേറ്റമുണ്ട്.
2018-19 റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കളമശ്ശേരിയിൽ നിന്നും പരാതി കൊടുത്തിട്ടുണ്ടല്ലോ മരിച്ചുപോയ ഗിരീഷ് ബാബു, കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് നിങ്ങൾ ഒഴിപ്പിച്ച കയ്യേറ്റം എവിടെയാ? HMT ജംഗ്ഷനിലെ വളവ് മാത്രം. ബാക്കി കയ്യേറ്റം എവിടെയാ? ഇവിടെ നിന്നും HMT ജംഗ്ഷനിൽ നിന്ന് അവിടെ ഇരിക്കുന്ന HMT ജംഗ്ഷനിൽ ഇരിക്കുന്ന അവിടെ തോന്നല് പോളിടെക്നിക് വരെയുള്ള റൈറ്റ് സൈഡിൽ കയ്യേറ്റമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്ര ബിൽഡിങ്ങുകൾക്ക് പാർക്കിംഗ് ഏരിയ ഇല്ല എന്ന് നിങ്ങൾക്ക് പോയി പരിശോധിച്ചാൽ മനസ്സിലാവും. ഉള്ള ബിൽഡിങ്ങുകളുടെ എണ്ണം മുനിസിപ്പാലിറ്റിക്ക് പറയാൻ പറ്റുമോ പാർക്കിംഗ് ഏരിയ ഉള്ളത്? ഈ പറയുന്ന ഈ പാട്ട വണ്ടി എൻ്റെ ഈ പാട്ട വണ്ടി റോട്ടിൽ നിന്ന് ഇറക്കി, അതായത് മറ്റുള്ളവന് സെപ്റ്റിക് ആവാതെ, തുരുമ്പ് പിടിക്കാതെ, കാലൊക്കെ സെപ്റ്റിക് ആവാതെ ആ പാർക്കിംഗ് ഏരിയയിൽ ഒന്ന് കൊണ്ടുപോയി ഇടാനുള്ള സെറ്റപ്പ് ഉള്ള ആ ഒരു ബിൽഡിംഗ് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ചട്ടവിരുദ്ധമായിട്ട് നടത്തിയ പ്രവൃത്തി അയാൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വന്നപ്പോ നിങ്ങൾ തടസ്സപ്പെടുത്തി എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് നടത്തിയ നാടകം ചട്ടവിരുദ്ധമാണ്. ജനപ്രതിനിധികൾ ജനസേവനത്തിന് വേണ്ടിയിട്ടല്ലേ ജയിച്ചു കയറിയത്, അല്ലാതെ നിങ്ങളുടെ ബിൽഡിങ്ങുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ആണോ? ചട്ടപ്രകാരം അങ്ങനെ തന്നെയല്ലേ? 2019 മുതൽ അല്ലെങ്കിൽ 2020 ഡിസംബർ മുതൽ നിങ്ങൾ അധികാരമേറ്റതിന് ശേഷം കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ എത്ര അനധികൃത നിർമ്മാണങ്ങൾക്ക് പെർമിറ്റ് കൊടുത്തു എന്ന് ചോദിക്കണ്ടേ? അതല്ലേ ശരി? നിങ്ങൾ വെറുതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞു അല്ല, മുഖ്യധാര മാധ്യമങ്ങൾ അതുമ്മ കയറി പിടിച്ചപ്പോ നിങ്ങൾ നാളെ പറയണം കേരള മുനിസിപ്പാലിറ്റി KMBR റൂള് 29 പ്രകാരം പാർക്കിംഗ് ഏരിയ അത് എവിടെയാണ് എന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണം. ഏത് ബിൽഡിങ്ങിനകത്താണ് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എന്ന് എനിക്കൊന്ന് കാണിച്ചു തരണം. ഇനി ഞാൻ കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് ഒരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലുള്ള നഗരസഭയുടെ വിശദീകരണം കേട്ടോണം. സൂചന 1 പ്രകാരം മോസ്കോ ലൂയിസ് 28/11/2024 തീയതിയിലെ നമ്പർ പരാതി, നഗരസഭാ ഓഫീസറുടെ സ്ഥലപരിശോധന റിപ്പോർട്ട്. സൂചന പ്രകാരം ലഭിച്ച പരാതിയിൽ പാർക്കിംഗ് ഏരിയയിൽ കച്ചവട ആവശ്യത്തിനുള്ള കമ്പിയും മറ്റും അച്ചടക്കി വെച്ചിട്ടുള്ളതാണ്. ഈ കെട്ടിടത്തിന്റെ മുൻവശത്ത് ഷീറ്റിട്ട് തള്ളി വെച്ചിട്ടുള്ളതായും കാണുന്നതായി സൂചന പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. KMBR 19 റൂൾ 29 പ്രകാരം പാർക്കിംഗ് ഏരിയ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ലാത്തതും KMBR 19 റൂൾ 29 പ്രകാരം 36 സ്ക്വയർ മീറ്റേഴ്സ് കെട്ടിടത്തിന് മതിയായ ഓപ്പൺ സ്പേസ് നൽകേണ്ടതുമാണ്. എന്നാൽ നിലവിൽ പാർക്കിംഗ് ഏരിയ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായും ഈ കെട്ടിടത്തിന് മതിയായ ഓപ്പൺ സ്പേസ് നൽകിയിട്ടില്ലാത്തതുമായി കാണുന്നു. ആയതിനാൽ അനധികൃതമായി ഷീറ്റിട്ട ഭാഗം പൊളിച്ചു നീക്കേണ്ടതും പാർക്കിംഗ് ഏരിയ പുനഃസ്ഥാപിച്ച് 15 ദിവസത്തിനകം നഗരസഭയിൽ രേഖാമൂലം അറിയിക്കേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം നഗരസഭ ആയത് പൊളിച്ചു നീക്കി താങ്കളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതും കർശന നിയമ നടപടി സ്വീകരിക്കുന്നതുമാണ്. ഞാൻ പറഞ്ഞതല്ല. കളമശ്ശേരി നഗരസഭ സ്ഥല ഉടമകൾക്ക് കൊടുത്ത നോട്ടീസിന്റെ പകർപ്പാണ് ഈ കാണുന്നത്. അപ്പോ ഇത്രയും ഗുരുതരമായ ഈ പരാതിക്ക് എന്ത് നടപടി എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ, അതായത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികൾ ഉൾപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർന്ന് ഒരു സെറ്റിൽമെന്റ് അങ്ങോട്ട് നടത്തി. ഈ പരാതിക്ക് പോലും നടപടിയില്ല. ഇതാണ് ഇവിടെ നടക്കുന്ന നാടകം. ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ നടത്തുന്ന നാടകത്തിന്റെ ഭാഗമാണ് ഈ കാണുന്ന പ്രഹസനം. യഥാർത്ഥത്തിൽ സത്യസന്ധമായി ജോലിയെടുക്കുന്ന ഉദ്യോഗസ്ഥനെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലും ഇരുത്തില്ല, കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലും ഇരുത്തില്ല. കളമശ്ശേരിയുടെ റോഡിന്റെ വികസനം സുതാര്യമായി ഗതാഗത സൗകര്യം ഒരുക്കുന്ന എടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിലെ CIയെയും വരുത്തില്ല. നിങ്ങൾ അഴിമതി നടത്തിക്കോ. കളമശ്ശേരി നഗരസഭയിലെ ജനപ്രതിനിധികൾ നിങ്ങളെ 2 കൈയും നീട്ടി തലേ ചുമന്നുകൊണ്ട് നടക്കും. സത്യസന്ധമായി ജോലിയെടുക്കുന്ന ജനപ്രതിനിധികളെ ഇതേപോലെ വട്ടം കറക്കും. ഇത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഞാൻ ഈ ലൈവിൽ വന്നത്. ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പുണ്യവാളന്മാരും
സത്യസന്ധമായി ജോലി ചെയ്തവന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരും കൊള്ളക്കാരുമായിട്ട് മാറും. അത് മാറണ്ട. നിങ്ങളാണ് ഏറ്റവും വലിയ അഴിമതിക്കാർ. നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങളുടെ എത്ര ബിൽഡിങ്ങുകൾ HMD ജംഗ്ഷനിൽ സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. അത് പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മോശം. അത് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞതും വന്നതും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.